A24 ഈ വർഷം തന്നെ പുറത്തിറങ്ങിയ എക്സ് എന്ന ചിത്രത്തിന്റെ ഒരു പ്രീക്വലാണ് പേൾ എന്ന ചിത്രം. എക്സിൽ നമ്മൾ കണ്ടുള്ള ആ ഒരു വില്ലൻ ക്യാരക്ടറിന്റെ പാസ്റ്റ് ലൈഫാണ് ഈ ഒരു സിനിമ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത് പറയാം. ഇപ്പോൾ 1918 സിനിമ കഥ നടക്കും. ആ ഒരു സമയത്തുള്ള ഒരു പാൻഡമിക് ഇപ്പം ഉണ്ടായിരുന്ന പോലെ തന്നെയുള്ള ആ ഒരു സിറ്റുവേഷനിൽ അതേ വീട്, അതേ പശ്ചാത്തലം, അതേ ഒരു ഫാം ഹൗസ്, അവിടെ ഈ ഒരു ക്യാരക്ടർ ആരായിരുന്നു, ഈ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഒറിജിൻ സ്റ്റോറി എന്ന രീതിയിലാണ് ഈ സിനിമ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നു പോകുന്നതെന്ന് പറയാം. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, എക്സ് കണ്ടിട്ട് ആ ഒരു പ്രിമേസ് നമുക്ക് അറിയാവുന്നത് കൊണ്ട് ഓരോ ഷോട്ടുകൾ വരുമ്പോഴും ഓരോ കാര്യങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് കാണിക്കുമ്പോഴും, ഇപ്പോൾ ആ ഫാം ഹൗസ് കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു വീട് കാണിക്കുമ്പോൾ, ആ വീട്ടിലെ പല പല സിറ്റുവേഷൻസും പല പല സ്ഥലങ്ങളും കാണിക്കുമ്പോഴൊക്കെ തന്നെ എക്സ് ഓർമ്മ വരും. പക്ഷേ എക്സ് അത്ര വലിയ പടമൊന്നും അല്ലെങ്കിലും കണ്ടിരിക്കാൻ പറ്റുന്ന നല്ല പടം തന്നെയായിരുന്നു. അതേപോലെ തന്നെ ഒരു സിനിമ തന്നെയാണ് ഈ ഒരു പേൾ എന്ന് പറയാം. നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്, പ്രീക്വൽ ആകുമ്പോൾ ഇത്തരത്തിൽ ഓൾറെഡി ഈ ക്യാരക്ടർ ആരാണ്, എന്താണ് നടക്കാൻ പോകുന്നതെന്നൊക്കെ അറിയുമെങ്കിലും അതിൽ നിന്നും ഒരു വ്യത്യാസം സിനിമ വരുത്തുന്നില്ല. വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടാണ് സിനിമയുടെ കഥ നീങ്ങുന്നത്. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ എങ്ങനെ ട്രാൻസ്ഫോം ആയി വന്നു, എന്താണ് ആ ക്യാരക്ടർ, എങ്ങനെയായിരുന്നു ആ ക്യാരക്ടറിൻ്റെ ഇവൊല്യൂഷൻ സിനിമ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ആ ക്യാരക്ടർ ഫീഡ് ചെയ്യുന്ന ആ ഒരു മുതലുള്ള എല്ലാ കാര്യങ്ങളും അങ്ങിങ്ങായിട്ട് എടുത്തെടുത്ത് കാണിച്ച് എവിടെ തുടങ്ങി എവിടെ അവസാനിച്ചു എന്ന് വളരെ നീറ്റായിട്ട് ഈ സിനിമ ചർച്ച ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ സിനിമ പോലെ തന്നെയുള്ള വളരെ നീറ്റായിട്ടുള്ള ഒരു A24 മൂവി ആയിട്ടാണ് ഈ ഒരു പേൾ എന്ന ചിത്രം എനിക്ക് തോന്നിയത്. കുറച്ച് വയലൻസ് ഉണ്ട്, കുറച്ച് ന്യൂഡിറ്റി ഉണ്ട്. അപ്പോൾ ഒരു 18+ മൂവിയാണ്. അതുകൊണ്ട് തന്നെ എക്സ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വട്ടം കണ്ടു നോക്കാൻ പറ്റുന്ന ചിത്രമാണ് പേൾ. പിന്നെ ഇതൊരു ഫ്രാഞ്ചൈസ് തന്നെ ആക്കാൻ പോകണമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ അതിന് ശേഷം പുറത്തിറങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്ത് ഇപ്പോൾ എക്സിൽ കണ്ടിട്ടുള്ള മാക്സിൻ എന്ന ക്യാരക്ടറിനെ ബേസ് ചെയ്ത് മാക്സിൻ എന്ന് പറഞ്ഞൊരു പടം തന്നെ ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്ത് വരുന്നുണ്ട്, മാക്സിൻ വിത്ത് XXX. അപ്പോൾ ആ ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്ത് ഒരു സീക്വൽ വരുന്നുണ്ട്. അപ്പോൾ ഒരു വലിയ ഫ്രാഞ്ചൈസ് ആക്കി തന്നെ മാറ്റാനാണ് ഒരു ഉദ്ദേശിക്കുന്നത്. അത് എങ്ങനെ വർക്കൗട്ട് ആവുന്നുള്ളതൊക്കെ കണ്ടതിന് അറിയണം. അപ്പോൾ എക്സ് എന്ന ചിത്രം, അതിൻ്റെ പ്രീക്വലായി ഈ ഒരു പേൾ, ഇനി സീക്വലായിട്ട് വരാൻ പോകുന്ന മാക്സിൻ, ഇത് മൂന്നും കൂടി കണക്ട് ചെയ്ത് ഇതേപോലെ തന്നെയാണ് പോകുന്നതെങ്കിൽ ഒരു നല്ലൊരു ഹൊറർ ഫ്രാഞ്ചൈസ് അല്ലെങ്കിൽ ഒരു സ്ലാഷർ ഫ്രാഞ്ചൈസ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒന്നായിട്ട് തന്നെ വരും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ എക്സ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ പേൾ ഒന്ന് കണ്ടു നോക്കാം. ഓരോ ക്യാരക്ടർ, ആ ഒരു നിയാഗോത്തിൻ്റെ ക്യാരക്ടർ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഹൊറർ സിനിമകൾ നമ്മളിങ്ങനെ കാണാറില്ല, അത്ര ആവശ്യമില്ല. പക്ഷേ ഈ സിനിമയിൽ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു 6-7 മിനിറ്റോളം ഒരൊറ്റ ക്ലോസപ്പ് ഷോട്ട് ഉണ്ട്. നമ്മളിപ്പോൾ വൺ ഷോട്ടുകളൊക്കെ കണ്ടിട്ടുണ്ട്. ആ ഒരു പ്രിമേസ് മുഴുവനായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് കാണിക്കുകയാണെങ്കിൽ ഇവിടെ കൂടുതലായിട്ട് ആ ഒരു ഒറ്റ ക്ലോസപ്പ് ഷോട്ടിൽ ആ ഡയലോഗ്സ് എല്ലാം കാണപ്പെടാൻ പഠിക്കണം. അതിൻ്റെ ഇടയിൽ കൂടെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ വരണം, ഫേസിലെ എക്സ്പ്രഷൻസ് വരണം. ഇങ്ങനെ അടിപൊളിയായിട്ട് ആ ക്യാരക്ടറിനെ നന്നായിട്ട് തന്നെ പോർട്രേ ചെയ്തിട്ടുണ്ട് ആ ഒരു ആക്ട്രസ്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിലൊന്നും ഒരു രക്ഷയില്ല. പക്ഷേ ലിമിറ്റഡ് ആയിട്ടുള്ള, എങ്ങനെയാണ് എക്സിൽ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു ലിമിറ്റഡ് സ്പേസിൽ തന്നെയാണ് കഥ പറയുന്നത്. പക്ഷേ ചുരുങ്ങിയ സമയം കൊണ്ട് അധികം വെറുപ്പിക്കാതെ മിനിമം ടൈം കൊണ്ട് എൻഗേജിങ് ആയിട്ട് കാണിക്കുന്ന കുറച്ചും കൂടി ഇമോഷണൽ ആയിട്ടുള്ള ഒരു സിനിമയാണ്. കുറച്ചും കൂടി ഹൊറിഫിക് ആയിട്ടുള്ള, എന്നാൽ മറ്റേൽ കണ്ട പോലെ ജംസ്കേഴ്സോ അല്ലെങ്കിൽ ഇങ്ങനെ നടക്കാൻ പോകുന്നു അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല. ഈ ക്യാരക്ടർ എങ്ങനെ ട്രാൻസ്ഫോം ആവണം, ഒരു സൈക്കോളജിക്കൽ മോഡിലുള്ള ഒരു സ്ലാഷർ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു ചിത്രമാണ് പേൾ. അപ്പോൾ എക്സ് എന്ന ചിത്രം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു വട്ടം ഒന്ന് കണ്ടു നോക്കുക. പേൾ ഇപ്പോൾ ഓൺലൈനായിട്ട് അവൈലബിൾ ആണ്. ഓൾറെഡി ഈ ഒരു ചിത്രം നിങ്ങൾ കണ്ടവരാണ് ഈ ചിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ ഉൾപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.